ഹലോ ക്ലാസ് 2 മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. സോ നമ്മുടെ മാത്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള യുണൈറ്റ് വി സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണാം, അതിനുശേഷം ഈ ചോദ്യം നോക്കാം. അപ്പോൾ ആദ്യം 16 + 42 എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 16 + 42 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 16നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. 16 എങ്ങനെ എഴുതാം? ഒരു 10ഉം 6 ഒന്നുകളും ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? 1 10s + 6 1s. അതായത് ഒരു 10ഉം 6 ഒന്നുകളും ചേർന്നതാണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 16നെ 10 + 6 എന്ന് എഴുതാം അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 42നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 42നെ എങ്ങനെ എഴുതാൻ പറ്റും? 42 എന്ന് പറയുന്നത് 4 10s അല്ലേ. 4 10s എന്ന് പറഞ്ഞാൽ 4 10കൾ പ്ലസ് എത്ര ഒന്നുകളാണ് വരുന്നത്? 2 ഒന്നുകൾ അല്ലേ. 2 1s, അതായത് 2 ഒന്നുകൾ. അപ്പം മക്കൾ മനസ്സിലാക്കണതേ, ഇവിടെ ഉള്ളതാണ് ഒന്നുകൾ എന്ന് പറയുന്നത്. കണ്ടോ, 42ൽ ഇത്രയാണ് ഒന്നുകൾ, ഇത്രയാണ് 10കൾ. ഇതാണ് ഒറ്റ 10, ഇതാണ് 1 10 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 4 10s ഉണ്ടായിരിക്കും. ദെൻ എത്ര 1s ആണുള്ളത്? 2 1s ആണുള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 4 10കൾ. 4 10 രൂപയുടെ നോട്ട് എൻ്റെ മക്കൾക്ക് തന്നു കഴിഞ്ഞാൽ അത് എത്ര പൈസയായി? 4 10കൾ ചേർന്നാൽ 40 ആയി. 2 ഒന്നുകൾ, 2 1 രൂപ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എത്രയായി? 1 രൂപ. 1 രൂപ എത്രയായി? 1 2 അല്ലെ, 2 ആയി അല്ലേ. അപ്പോൾ 40 + 2 എന്ന് എഴുതിക്കൂടെ? അതാണല്ലോ 42 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ കൂട്ടാൻ നോക്കിക്കേ. 10 + 6ഉം 40 + 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിക്കേ, 0ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 0 ആണ്. 4ൻ്റെ കൂടെ 1 കൂട്ടി നോക്കാം അല്ലേ. നോക്കിക്കേ, 4ൻ്റെ കൂടെ 1 കൂട്ടും. ആദ്യം ഇവിടത്തുള്ള കൂട്ടണം, പിന്നെ അതിന് തൊട്ട് ബാക്കിലുള്ള കൂട്ടണം. അപ്പോൾ 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 5. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 40ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 40ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 50 ആണ്. അപ്പോൾ 50 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിക്കേ, 6 + 2, 6 വിരലെടുക്കുക, പിന്നെ ഒരു 2 വിരലും കൂടി എടുത്ത് എത്രയായി? 1 2 3 4 5 6 7 8. എത്ര വന്നു? 8 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി ഈസി ആയിട്ട് നമുക്ക് കൂട്ടാലോ. 50 + 8 ആണ് നമ്മുടെ ഉത്തരം. 50 + 8 എങ്ങനെ എഴുതാം? 0ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്? 8 തന്നെയാണ്. 5 താഴോട്ട് എഴുതി. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ഉത്തരം? ഇവിടെ നമുക്ക് എഴുതാം 58 അല്ലേ. അപ്പോൾ 16 + 42 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം വരിക? 58 എന്നാണ് വരിക. ഇതുപോലെ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇതേ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കിടന്നാലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം എവിടെ? 35 + 14. ഇതെങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് മിസ്സിൻ്റെ കൂടെ ചെയ്ത് നോക്കിക്കേ. 35 പ്ലസ് എത്രയാണ് പറഞ്ഞത്? 14. ഓക്കെ, 14. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യത്തെ 35 ഇവിടെ. ഈ 35നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 35നെ മിസ് എത്ര ഒന്നുകളുണ്ട്? 5 1s ഉണ്ട് അല്ലേ. ഇതാണ് 1 അല്ലേ. ഇവിടെ എഴുതുന്നതാണ് ഒറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 1s എന്ന് പറയുന്നത്. അപ്പോൾ 5 1s ഉണ്ട്. എത്ര ടെൻസ് ഉണ്ട്? ഇത് ബാക്കിൽ എഴുതുന്നതാണ് ടെൻസ്. അപ്പം 3 ടെൻസ് ഉണ്ട് അല്ലേ. 5 1s എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 3 ടെൻസ് ചേർന്നാൽ എത്രയാണ്? 3 10കൾ ചേർന്നാൽ എത്രയാണ്? 30 എന്ന് കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് ഷോർട്ടായിട്ട് എന്ത് എഴുതാം? 30 + 5 ആണ് 35 എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ സംഖ്യയാണ് 14. 14ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതിയതാണ് 1s. അപ്പോൾ 4 1s ഉണ്ട്. 4 1s എന്ന് പറഞ്ഞാൽ 4 ഒന്നുകളുണ്ട്. 4 ഒന്നുകൾ ചേർന്നാൽ 4 തന്നെയാണ്. 4 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ്? 1 1 1 1. 4 ഒന്നുകൾ ചേർന്നാൽ 4. ഇനി ഇതേ ബാക്കിൽ എഴുതിയിട്ടുള്ളതാണ് ടെൻസ്. അപ്പോൾ എത്രയാണ്? 1 10s. ഒരു 10 ചേർന്നാൽ എത്രയാണ്? 10 തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 4 എന്ന് എഴുതി കഴിഞ്ഞാൽ 14 ആണല്ലോ. ഇനി ഇവരെ തമ്മിൽ നമ്മൾ കൂട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 10 + 4ഉം അതുകൂടാതെ 35നെ നമ്മൾ 30 + എന്താക്കിയിട്ട് എഴുതി? 5.
കൂട്ടാലോ. അപ്പോൾ ആദ്യം നോക്കിക്കേ, 10 പ്ലസ് 30 എത്ര വരും? 30ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 40 കാരണം 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4, 0ൻ്റെ കൂടെ 0 കൂട്ടിയാൽ 0. അപ്പം 40 എന്ന് കിട്ടി. ഇനി 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര വരും? 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ ഇത് 5, 6, 7, 8, 9 എത്ര വരും? 9 എന്ന് വരും അല്ലേ. അപ്പം 40 പ്ലസ് 9 എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 0ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 9, 4 ദേ താഴോട്ട് എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 49 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്ര വരിക? ഇതിനുത്തരം 49 എന്നാണ് വരിക അല്ലെ. 49ഉം ഇവിടെ 58ഉമാണ് വരിക. അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ എക്സാമിന് ഇതുപോലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും തെറ്റിക്കാതെ കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് ക്ലാസ് ഒക്കെ പോയിട്ടുണ്ട്. ആ ലൈവ് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്നേഹ മിസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ. ബൈ ബൈ.